പ്രവാസികൾ പറയട്ടെ തുടരുകയാണ്. പ്രവാസികളും സമകാലീന കേരളവും എന്നുള്ള വിഷയത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള അതിഥികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ വിപിൻ കുമാർ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട് പ്രവാസികൾക്കിടയിൽ. കാരണം ഒട്ടേറെ പേർ, കൂടുതൽ പേരും വളരെ താഴ്ന്ന വരുമാനം അല്ലെങ്കിൽ താഴ്ന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട്. ഒട്ടേറെ പേർ വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നീക്കിയിരിപ്പുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തും കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരാണോ അവർ എന്ന് സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ. നാട്ടിലെത്തി ഒരു തൊഴിൽ ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് അത് എല്ലാ കൂട്ടരിലും അത്തരത്തിലുള്ളവർ. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഇതുവരെ നോക്കുമ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നില്ല. അതിന് മാറേണ്ടിയിരിക്കുന്ന സാഹചര്യങ്ങളെന്നുണ്ട്. മറ്റൊന്ന്, ഈ കോവിഡ് കാലത്ത് മടങ്ങിയെത്തിയവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ഓരോരുത്തരായി വിവരിക്കുന്നു. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യമായി തന്നെ ഈ ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ച ജനൻ ടിവിയുടെ പ്രവർത്തകരോട്, ബഹ്റൈനിലെ പ്രവർത്തകരോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജനൻ ടിവിയുടെ മറ്റ് ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ സന്തോഷം. പ്രവാസി സമൂഹം ശരിയായ അർത്ഥത്തിൽ പറഞ്ഞ വലിയ ദുരിതത്തിലൂടെ, പ്രവാസി സമൂഹം എന്നല്ല, ലോകമാകെ തന്നെ ജനസമൂഹം വലിയ ദുരിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വ്യാവസായിക രംഗം പാടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗൾഫ് മേഖല അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഗൾഫ് മേഖലയാണ്. ഗൾഫ് മേഖലയിൽ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ, കോവിഡിന് മുമ്പ് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി, സ്വദേശീവൽക്കരണത്തിന്റെ ഫലമായി പ്രവാസി സമൂഹം നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് തുടങ്ങിക്കൊണ്ടിരുന്നിരുന്നു. പല പ്രദേശങ്ങളിലും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഗൾഫ് രാജ്യങ്ങളും അവിടെ സ്വദേശീവൽക്കരണം തുടങ്ങിയതിന്റെ ഫലമായി തന്നെ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടം പ്രവാസി സമൂഹത്തിന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ജോലി, സാമ്പത്തിക മാന്ദ്യവും എല്ലാം തന്നെ പ്രവാസി സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി നമുക്ക് മേലെ ഒരു വലിയ ദുരന്തമായി പെയ്തിറങ്ങിയത്. എന്നാൽ ഈ കോവിഡ് വന്നതിന് ശേഷം പ്രവാസി സമൂഹം അതില്ലാത്ത രീതിയിൽ, അതുവരെ ഫേസ് ചെയ്യാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള വലിയ ദുരന്തമാണ് പ്രവാസി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വന്ന് ഭവിക്കപ്പെട്ടത്. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഇതിനൊരു രാഷ്ട്രീയ വിഷയങ്ങൾ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. പ്രവാസി എന്ന് പറയുന്നത് രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവാസി സമൂഹം ഒന്നാണ്. അവന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്നാണ്. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ യാത്രാ ദുരിതം. ഇത്രയും വലിയ ഭീകരമായ ഒരു ദുരന്തത്തിൽ ജോബ് നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട വലിയ വിഭാഗം ആളുകളുണ്ട്. ഇപ്പൊ ഞാനൊക്കെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, വലിയൊരു ശതമാനം ആളുകൾ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരാണ്. അത് ഫീസ് നൽകാൻ കഴിയാത്ത കുട്ടികള്, ജോലി നഷ്ടപ്പെട്ടവര്, അസുഖബാധിത ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഒരു അവസരം പോലും സൃഷ്ടിക്കപ്പെട്ടില്ല. ഇന്ത്യയിലേക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത് എന്നുള്ളത് വേദനയോടെ നമുക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വലിയ ഫണ്ട് ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന, ഇന്ത്യയുടെ വിദേശ നാണ്യ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സമൂഹമായ പ്രവാസി സമൂഹത്തിന് ഇത്രയും വലിയൊരു ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിന്റെ ഫലമായി തിരിച്ചു പോകുന്നതിനുള്ള സാഹചര്യം പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നും പോയവർക്ക് തിരിച്ചു വരാനും കഴിയില്ല, ഇവിടെയുള്ളവർക്ക് തിരിച്ചു പോകാനും കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഫ്ലൈറ്റ്, വിമാന യാത്രാ ചാർജ് ഒരിക്കലും ഒരു പ്രവാസിക്കും 500 ദിനാർ വരെ പ്രവാസിയിൽ നിന്ന് മേടിക്കുന്ന അവസ്ഥ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഉണ്ട് എന്നുള്ളത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ഭീകര അവസ്ഥയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇന്ന് നമുക്കറിയാം, നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചത് തന്നെ ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നവരാണ് പ്രവാസികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ മറ്റേതൊരു സമൂഹത്തെക്കാൾ അധികം, അല്ലെങ്കിൽ മറ്റേതൊരു പ്രദേശത്ത് നിന്നുള്ളവരെക്കാൾ അധികം കൂടുതൽ അത്തരം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർക്ക് അതിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയും. ഇന്ന് കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള കെ-ഫോൺ പോലുള്ള പദ്ധതികൾ നടപ്പായി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നമുക്ക് 2-3 വ്യാവസായിക, അല്ലെങ്കിൽ 1-2-3 വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ കാര്യമായ സംഭാവന കേരളത്തിന്റെ പാരിസ്ഥിതിക
പ്രത്യേകതകൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നാലാം വ്യവസായിക വിപ്ലവ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് IT അധിഷ്ഠിത വ്യവസായം. പക്ഷേ എല്ലാവരും ചോദിക്കുകയാണ് ശ്രീ വിപിൻ കുമാർ, അത് നമ്മുടെ നാട്ടിൽ പല പദ്ധതികളും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുകയാണ് പ്രഖ്യാപിക്കുന്നതിന്. ആ പ്രതീക്ഷയൊക്കെ തന്നെ പിന്നീട് തെറ്റുന്നതാണ് കാണാൻ കഴിയുന്നത്. ഈ കാലഘട്ടത്തിലും പല അതായത് കൺസൾട്ടൻസിയുടെ പേരിലും കൺസൾട്ടിങ്ങിൻ്റെ പേരിലും ഒക്കെ തന്നെ കോടികൾ പല കൈകളിലേക്ക് ചോർന്നു പോകുന്നു പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്ന പണത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും വലിയ രീതിയിൽ ഇത്തരത്തിൽ അഴിമതികൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അല്ല, ആ പ്രസക്തമായ ചോദ്യത്തിന് പ്രസക്തമായ ഒരു ഉത്തരമുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള കൺസൾട്ടന്റിയുടെയും മറ്റു പേരിലുള്ള കരാറുകൾ. ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ എംപാനൽ കൺസൾട്ടൻസികളാണ് കേരളത്തിൽ. ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. സാമ്പത്തിക അഴിമതി എവിടെയുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും പ്രശ്നങ്ങളെ വലിയ സംരംഭങ്ങളെ അത്തരം അഴിമതികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാത്രം അന്വേഷിക്കാനും അത്തരം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ പദ്ധതികൾക്ക് പാരവയ്ക്കുന്ന സമീപനം ഭാഗത്ത് നിന്നും ഉണ്ടാകും. ഞാൻ ആരും ഇന്നാൾ പാരവച്ചു എന്നൊന്നും പറയുന്നില്ല. എന്നാൽ K-Phone പോലുള്ള പദ്ധതികൾ വലിയ പ്രതീക്ഷകളെ നോക്കി കാണുന്നവരാണ് ഞാനടക്കമുള്ള. അല്ലെങ്കിൽ അല്പം കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയായിരിക്കും ഒരു പക്ഷേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിന്റെ അതിപ്പോ ഇത് സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കും സംസാരിക്കാൻ ഇത്തരത്തിൽ ഒരിക്കലും ആരും നെഗറ്റീവല്ല. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നെടുത്ത് നോക്കുമ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് പോലും നമ്മുടെ ഡാറ്റകൾ വിൽക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ പരം എന്താണുള്ളത് ശ്രീ വിപിൻ കുമാർ? അതിൽ പരം എന്താണുള്ളത്? കാരണം പലപ്പോഴും പലർക്കും നമ്മുടെ ഡാറ്റകൾ എത്തുകയാണ്, പല പല കമ്പനികളിലേക്ക് പോവുകയാണ് ഡാറ്റകൾ. അല്ല, ഡാറ്റ പ്രിയ അവതാരകൻ, ഡാറ്റ കൈമാറ്റത്തിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഡാറ്റയുടെ ഒരു കേന്ദ്രീകൃത സംവിധാനം, എല്ലാ മനുഷ്യരുടെയും ഡാറ്റകളുടെ ഒരു കേന്ദ്രീകൃത സംവിധാനം സംസ്ഥാന തലത്തിന്റെയോ മറ്റു തരത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടത് നമ്മുടെ ഭാവി സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് ഗൾഫില് ബഹ്റൈനില് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു സൽമാനിയ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ ഡാറ്റ അവിടെ ശേഖരിക്കപ്പെടുന്നു. ഞാൻ അതിനുശേഷം ചികിത്സാർത്ഥം ബഹ്റിനിലെ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും എന്റെ CPR നമ്പർ അടിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്റെ ഞാൻ മറ്റെന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായി മറ്റേതൊരു ഹോസ്പിറ്റലിൽ പോയാലും എന്റെ ഡാറ്റ എന്റെ CPR നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്റെ പൂർണ്ണ വിവരം അവർക്ക് ലഭിക്കുകയും അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് ബഹ്റൈനിലുണ്ട്. ഇത് ലോകത്തിലാകമാനമുണ്ട്. ഇത്തരം ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യ രാജ്യത്തില്ല, കേരളത്തിൽ വിശേഷിച്ചുമില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റ സിസ്റ്റം രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അതിൽ ശോഷണം സംഭവിക്കുന്നുവെങ്കിൽ, അത് ചോർത്തപ്പെടുന്നുവെങ്കിൽ, അത്തരം ചോർത്തപ്പെടുന്ന കാര്യങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം പ്രശ്നങ്ങളിലെ അല്ല, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഉയർത്തിക്കൊണ്ട് വരികയല്ല. ഞാൻ വെറുതെ പ്രശ്നങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടുകയല്ല. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഒരിക്കലും, കാരണം നമ്മുടെ കേരളമാണ്, നമ്മുടെ സംസ്ഥാനമാണ്, നമ്മുടെ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഓരോ സർക്കാരുകളും വരുമ്പോൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മത്സരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒരേപോലെ ശക്തമായി നിലനിന്നാൽ മാത്രമേ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ മത്സരം പല വിധത്തിലാകാം. പക്ഷേ ഇപ്പോൾ മത്സരം ചൂഷണത്തിലാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അത് പാടില്ല എന്ന് പറയുക മാത്രമാണ് ഞാൻ ചെയ്തത്. മത്സരം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമാകട്ടെ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ ശ്രീ സോമിച്ചനിലേക്ക് പോവുകയാണ്. ശ്രീ സോമിച്ചൻ, താങ്കൾ നേരത്തെ കുട്ടനാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ കൃഷിയുടെ അവസ്ഥ എന്താണ്? 1970-കൾക്ക് ശേഷം നമ്മുടെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ വലിയ തോതിൽ കുറവുണ്ടായി. അതായത് തരിച്ചു കിടക്കുകയാണ് ഒട്ടേറെ സ്ഥലങ്ങൾ. അതിനുശേഷം ഇപ്പോൾ കുറച്ച് ജീവൻ വെച്ച് വരികയാണ് എന്നുള്ള സൂചനകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് കുട്ടനാട്ടിൻ്റെ കൃഷിയുടെ അവസ്ഥ? നമുക്ക് പ്രവാസികൾക്ക് മണൽക്കാട്ടിൽ പോലും കൃഷി ചെയ്ത് കാര്യങ്ങൾ നേരെ ചൊവ്വേ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന അറിവ് നേടാൻ സാധിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് കൃഷിയിൽ എന്തൊക്കെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലും എനിക്കും വായിക്കേണ്ടി വന്ന വാർത്തകൾ കുട്ടനാട്ടിൽ പലയിടങ്ങളിലും കൊയ്ത നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ഏറ്റെടുക്കാൻ
ഉള്ള സംവിധാനങ്ങൾ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നടന്നിട്ടില്ല എന്നുള്ളത് കേൾക്കാൻ കഴിയുന്നു. എന്താണ് അങ്ങേക്ക് ഇപ്പോൾ കുട്ടനാട്ടിലെ കൃഷിയെക്കുറിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് നെൽകൃഷിയെക്കുറിച്ച്? പ്രിയപ്പെട്ട ലിയോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ബിബിൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി തരേണ്ട ഒരു ബാധ്യതയുണ്ട്. ബിബിൻ ഒന്ന് രണ്ട് നല്ല കാര്യം പറഞ്ഞു. ഒന്ന്, ബഹ്റിൻ ഗവൺമെന്റ്, ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സമാധാനത്തിനോട് ഉറങ്ങാൻ സാധിക്കുന്നത് ഈ ബഹ്റിനിൽ ഉള്ളത് കൊണ്ടാണ്. ബഹ്റിൻ ഗവൺമെന്റിനെയും ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ രാജാവിനെയും അഭിനന്ദിച്ചാൽ, എത്ര മുത്തകണ്ട് അഭിനന്ദിച്ചാൽ നമുക്ക് മതി വരത്തില്ല. ഇവിടെ CPR എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഈ CPR കൊടുത്ത ഒരു ആശുപത്രിയിൽ പോയാൽ ആ ആശുപത്രിയിൽ മാത്രമേ അതിന്റെ ഡേറ്റ നിൽക്കത്തുള്ളൂ. അത് ആശുപത്രിക്ക് പുറത്തേക്ക് പോകത്തില്ല. മറ്റൊന്ന്, ഡേറ്റ വിൽക്കുന്നു പറഞ്ഞു. എവിടാണ് ലോകത്തിൽ എവിടാണ് ഡേറ്റാബേസ് ഉണ്ടാക്കിയത്? പിന്നെ ബിബിൻ വേറൊരു കാര്യം ആകുലത പറഞ്ഞു, ഫ്ലൈറ്റ്. ഇന്ന് ലോകത്തിലെ എല്ലാ വിമാന കമ്പനികളും നഷ്ടത്തിൽ ഓടുകയാണ്. പക്ഷെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഉള്ള ആസ്ഥാനമായിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ കഴിഞ്ഞ ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഏകദേശം 63 കോടി രൂപ ലാഭത്തിലാണ്. എങ്ങനെ? ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ലോകത്തുള്ള മുഴുവൻ പ്രവാസികളുടെയും വിയർപ്പ് വിറ്റ് മേടിച്ച് കാശ് ഉണ്ടാക്കിയതാണ് അവര്. ഈ കാലഘട്ടത്തിൽ 100ഉം 110ഉം ദിനാർ കൊടുത്ത് പോകേണ്ടിടത്ത് അവര് 500ഉം 600ഉം 700ഉം മേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രവാസികളെ എയർ ഇന്ത്യ മെയിലായിട്ട് ഓടുന്ന ഈ കേരളത്തിലേക്കാണ്. ആ പ്രവാസികളെ എന്തുമാത്രം ചൂഷണം ചെയ്തു. കാരണം പ്രവാസികൾക്ക് ഫ്ലൈറ്റ് വരാൻ പോലുള്ള ഇതില്ലായിരുന്നു. മറ്റൊന്ന്, കൺസൾട്ടൻസി. എല്ലായിടത്തും കൺസൾട്ടൻസി ഉണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് പ്രവാസികൾ പട്ടിണി കിടന്ന്, പട്ടിണി എന്ന് വെച്ചാൽ ഇവിടെ 100 ദിനാറ് 110 ദിനാറൊക്കെ കിട്ടുന്ന പാവങ്ങൾ പോലും നാട്ടിലെ പ്രളയം കണ്ടപ്പോൾ അവരുടുത്ത ഷർട്ടും അവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന പരമാവധിയും കൊടുത്തിട്ട് അതിൽ നിന്നും കമ്മീഷൻ മേടിച്ചവരാണ് ഇന്ന് കേരളത്തിൽ ഇരിക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കൺസൾട്ടൻസി, അതാണ് കൺസൾട്ടൻസി വിറ്റ് കാശ് മേടിച്ച് സ്വന്തം പോക്കറ്റും സ്വന്തം സാമ്രാജ്യവും വളർത്താൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാനും ലിയോയും നിൽക്കുന്നത്. പിന്നെ കുട്ടനാട്ടിലേക്ക് വരാം. ഒരു അഭിമാനകരമായ കുട്ടനാട്ടിലെ രാമങ്കരിക്കാരനാണ് ഞാൻ. അവിടെ ഒരു കാലത്ത് ഞാനും കൊയ്ത്തിട്ടുണ്ട്, കൊയ്യിക്കാൻ പോയിട്ടുണ്ട്, കൊയ്തിട്ടുണ്ട്, കൊയ്പ്പിച്ചിട്ടുണ്ട്. ഇന്ന് അന്നൊക്കെ നെല്ലിന് നമ്മൾ അങ്ങോട്ട് പാടത്തുനിന്ന് കൊയ്ത് കളത്തിലേക്ക് കൊണ്ടുവന്ന് മെതിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോകും. ഇന്ന് തെറ്റായ ഒരു തീരുമാനമാണ് നമ്മുടെ സർക്കാർ കേരളത്തിൽ. ഈ അവസരം ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് സപ്ലൈകോ വഴി വളരെ അച്ചടക്കത്തോടു കൂടി, വളരെ സിസ്റ്റമാറ്റിക്കോടു കൂടി ഈ നെല്ലുകൾ കളക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് എന്താ ഉണ്ടായത്? ഇന്ന് സഹകരണ സംഘങ്ങൾക്ക് കൊടുത്തു. നാട്ടിലെ സഹകരണ സംഘങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത് അറിയാം. ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. ഈ 10 അല്ലെങ്കിൽ 10 താഴെയുള്ള ജോലിക്കാരുള്ള സഹകരണ സംഘത്തിന് അവർക്ക് കാശ് കൊടുക്കാൻ പോലും, ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തടത്താണ് ഈ സഹകരണ സംഘത്തെ ഈ കുട്ടനാട്ടുകാരന്റെ അല്ലെങ്കിൽ കേരളത്തിലുള്ള നെൽകൃഷിക്കാരുടെ അവരുടെ വിയർപ്പ്, അവരുടെ ഭാര്യയുടെ കെട്ടുതാലി, അവരുടെ മകളുടെ കല്യാണം മാറ്റിവെച്ച് ഇതൊക്കെ ഉണ്ടാക്കി വളരെ വളരെ വലിയ കഷ്ടപ്പാടിലൂടെയാണ് കർഷകർ പോകുന്നത്. നമ്മുടെ നാട്ടിൽ എന്നല്ല, പല സ്ഥലങ്ങളിലും കർഷകരുടെ അവസ്ഥ ദയനീയമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരുടെ ജീവിതം കരുത്തുറ്റതാക്കുക എന്നുള്ളത് തന്നെയാകണം സർക്കാരുകളുടെ ലക്ഷ്യം. കാരണം അവർ കൃഷി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ആഹാരം കിട്ടും. അപ്പോൾ അവർ കൃഷി ചെയ്യുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഫലം നേരിട്ട് അവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇടപെടൽ വേണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ കൃഷി നേരെ ചൊവ്വേ കൃഷി സജീവമാകണമെന്നുണ്ടെങ്കിൽ, കർഷകർക്ക് അതിൻ്റെ കൂടുതൽ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അതുകൂടി വേഗത്തിൽ പറഞ്ഞാൽ നന്നായിരുന്നു. വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ 1977 സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ രാമങ്കരി കൃഷിപ്പാടത്തെ ട്രാക്ടർ കൊണ്ടുവന്നു. അന്ന് പറഞ്ഞു ഈ ട്രാക്ടർ ഇറക്കരുതെന്ന് പറഞ്ഞ ട്രാക്ടർ കത്തിച്ചു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ.
ഇന്ന് കുട്ടനാട്ടുകാര് അന്ന് അവരുടെ ചില പാർട്ടികൾ ചില തീരുമാനങ്ങൾ എടുത്തതിന്റെ ഫലമാണ് ഇന്ന് കുട്ടനാട്ടും അതുപോലെ കേരളത്തിന്റെ കാർഷിക രംഗം മൊത്തത്തിൽ ഇന്ന് അനുഭവിക്കുന്നതൂടെ ഈ അവസരത്തിൽ നാം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. അത് ആരാണ് ട്രാക്ടർ കത്തിച്ചത്? അന്നത്തെ തൊഴിലാളി യൂണിയൻ ആയിരുന്നു. നമ്മുടെ പേരിന് ഇപ്പൊ ഞാൻ രാഷ്ട്രീയം ഓക്കെ. അപ്പോൾ ആ ഒരു കർഷകർക്ക് സജീവമായി കൃഷിയിൽ ഇടപെട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളത്, അതിന് വേണ്ട സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സപ്ലൈകോ തന്നെ നേരിട്ട് നെല്ല് സംഭരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കർഷകരുടെ വിഷമം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഒരു കാര്യം കൂടെ. ഇന്ന് പ്രവാസികൾ പുനരധിവാസ കേന്ദ്രം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞങ്ങൾ പ്രവാസികൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പുനരധിവാസ കേന്ദ്രത്തെ സമീപിക്കും. ഞങ്ങൾക്കുള്ള ഏതെങ്കിലും ഞങ്ങൾ ആരെ സമീപിക്കണം? വ്യക്തമായ ഒരു രൂപരേഖ ഞങ്ങൾക്ക് ഇന്ന് പുനരധിവാസ കേന്ദ്രം പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നു. കാര്യം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനം ഏത് മുഖ്യമന്ത്രി വന്നാലും കേരളത്തിന്റെ 25% 75% കൂടെ അവർ ആകുലപ്പെട്ടാൽ മതി. 25% ഇവിടെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പാവങ്ങളായ ഞങ്ങള് പ്രവാസികളാണ്. അപ്പൊ 75% ജനത്തെ കുറിച്ച് മാത്രം ആകുലപ്പെട്ടാൽ മതി. അത് കേരളത്തിന് ഏത് മുഖ്യമന്ത്രി വന്നാലും അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ പുനരധിവാസ കേന്ദ്രം ഞങ്ങൾ ആരെയാ സമീപിക്കേണ്ടത്? ലിയോ ഒന്ന് പറയും. ലിയോ കേരളത്തിൽ ഇത്രയും വലിയ ചാനലിന്റെ പ്രചാരകനായിട്ട് വർഷങ്ങളുണ്ട്. ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഓക്കെ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രവാസി പുനരധിവാസം എന്നുള്ളത് സംബന്ധിച്ചിപ്പോൾ വലിയ പദ്ധതികളൊക്കെ സർക്കാരുകൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് തയ്യാറായി വരുമ്പോൾ കാര്യങ്ങൾ മാറിയാൽ നന്നായിരുന്നു. അപ്പോൾ അവിടെ പലപ്പോഴും പല പ്രവാസികളുടെയും സംരംഭങ്ങൾ കൊടികുത്തി നശിപ്പിച്ച രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇപ്പോഴും നമ്മുടെ അനുഭവത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ചില ആത്മഹത്യകളൊന്നും തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് അറിയാതെ വൈകാരികമായി സംസാരിച്ചു പോകുന്നത്, ശക്തമായി ഇടപെട്ടു പോകുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നത്. എന്തുകൊണ്ടിത് മാറുന്നില്ല? നമ്മുടെ നാടിനത് ശാപം തന്നെയല്ലേ? മാറേണ്ടതല്ലേ? വളരെ പുരോഗമനപരമായി ചിന്തിക്കേണ്ടതല്ലേ? ചൂഷണ രാഷ്ട്രീയം അവസാനിക്കേണ്ടതല്ലേ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുകയും രാഷ്ട്രീയം ഇടപെടുകയും രാഷ്ട്രീയ കൊടി പൊക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ശീലമാണ് നമ്മൾ മനസ്സിലാക്കി മാറ്റി നിർത്തേണ്ടത്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അടിക്കടി അതിങ്ങനെ നമ്മളെ തട്ടിയിട്ടുകൊണ്ടേയിരിക്കും. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒരിക്കലും രാഷ്ട്രീയവാദമല്ല ഞാനിവിടെ ഇരുന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രീ സിജുകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ സിജു, ഇപ്പോൾ നാട്ടിലേക്ക് വരുമ്പോഴുള്ള കുറേയേറെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു, വിമാനയാത്രയെക്കുറിച്ച് പറഞ്ഞു. വിമാനയാത്ര തീർച്ചയായിട്ടും അത് ഒരു വലിയ വിഷയം തന്നെയാണ്. പ്രവാസി എന്ന് പറയുമ്പോൾ നാടിൻ്റെ നട്ടെല്ലാണ്, നാടിൻ്റെ കരുത്താണ്, പ്രതീക്ഷയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് പക്ഷേ ദീർഘവീക്ഷണത്തോടു കൂടി നോക്കുമ്പോൾ ഗൾഫ് മേഖലയിൽ അവരവരുടെ രാജ്യത്തെ പൗരന്മാർക്ക് ജോലി കൊടുക്കേണ്ട ബാധ്യത അതാത് സർക്കാരുകൾക്കുണ്ട്. അവർ സ്വദേശീവൽക്കരണവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് മറ്റൊരു സ്ഥലം തേടേണ്ടി വരും. അപ്പോൾ അത് നാടായിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയം കൂടി നമുക്ക് മുന്നിൽ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? നേരത്തെ ഇവിടെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഫ്ലൈറ്റിന്റെ ചാർജ്, എനിക്കും ആ ഒരു അഭിപ്രായമുണ്ട്. എങ്കിലും വിദേശ കമ്പനികളാണ് കൂടുതൽ ഫ്ലൈറ്റ് ചാർജ് ഇവിടെ ഈടാക്കിയത്. എയർ ഇന്ത്യ 200 BD സംതിങ് ആണ് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. അത് ഈ പ്രാവശ്യം ഈ മാസം വീണ്ടും കുറഞ്ഞതായിട്ടാണ് നമ്മളെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ പ്രവാസികളിൽ നിന്ന് ഇത് കൂടുതലായിട്ട് ഈടാക്കുന്നത് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇത്രയും കൊടുത്ത് തന്നെ പോകുന്നതിനെ കൂടെ നമുക്ക് അതിൽ അഭിപ്രായമില്ല. അവര് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. എന്നാൽ കൊള്ളലാഭം എടുത്തെന്ന് പറഞ്ഞതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ കാർഷിക ഗവൺമെന്റ് ഈ അടുത്ത് പാസാക്കിയ അതിലൂടെ കർഷകർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ വില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികൾ തിരിച്ചു നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ശ്രമിച്ചാൽ ഇന്നത്തെ നാട്ടിലെ കേരളത്തിന്റെ അവസ്ഥ ഇത് ഇപ്പോഴത്തെ ഭരണകാലത്തിന്റെ അല്ല, മാറി മാറി വന്ന സർക്കാരുകൾ ഭരിക്കുമ്പോൾ തന്നെ ഇത് കാലങ്ങളോളമായി ഇത് നിലനിൽക്കുന്നതാണ്. ഇന്ന് വരെയും പ്രവാസികൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല.
എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ ശാരീരികമായും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തളർത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വന്ന ഇൻവെസ്റ്റ്മെന്റ് പോലും നമ്മുടെ നാട്ടിലേക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ പ്രവാസികളായിട്ടുള്ള മലയാളികൾ എല്ലാവരും തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മളെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിന് ഉത്തരവാദി കൃത്യമായിട്ടും മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ തന്നെയാണ്. അതിന് ഒരു മാറ്റം വരണം. ഞാനൊരു പ്രവാസി എന്ന രീതിയിൽ രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയമായിട്ട് പറയാനില്ല, ഞാനൊരു പ്രവാസി എന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പൊ നമുക്കറിയാം കേന്ദ്രത്തിലെ ഒട്ടനവധി പദ്ധതികൾ നിലവിൽ വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ ജൻധൻ യോജന അക്കൗണ്ട് വഴി സ്ത്രീകൾക്ക് കിട്ടിയ 1500 രൂപ, അതുപോലെ കൃഷിക്കാർക്ക് കിട്ടിയത്, അങ്ങനെ ഉള്ള പദ്ധതികൾ അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും പ്രവാസികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണം. അതുപോലുള്ള ഇവിടുന്ന് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ ലോണും മറ്റും കൊടുത്ത് വ്യവസായം തുടങ്ങുവാനും, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ജോലിയിൽ പ്രാക്ടീസ് അത്രയും നൈപുണ്യമുള്ള ആൾക്കാർ തിരിച്ചു വരുമ്പോഴുള്ള ജോലി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് യെസ്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രവാസികൾ പറയട്ടെ തുടരുകയാണ്. സമകാലീന കേരളവും പ്രവാസികളും എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തു പോവുകയാണ്. ബഹ്റൈനിൽ നിന്നുള്ള അതിഥികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഡാറ്റകൾ വേണം, പക്ഷേ അത് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ രൂപീകരിക്കേണ്ടത് സ്കില്ലിൻ്റെ ഡാറ്റയാണ്. പ്രവാസികളുടെ സ്കില്ലിൻ്റെ ഡാറ്റ, പ്രവാസികളുടെ മാത്രമല്ല എല്ലാവരുടെയും സ്കിൽ ഡാറ്റയാണ് നമുക്ക് അനിവാര്യം. നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ സ്കിൽ ഡാറ്റയാണ്. ഏതൊക്കെ കഴിവുള്ളവർ എവിടെയൊക്കെ ഉണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഡാറ്റയാണ് നമ്മുടെ സർക്കാരുകൾ സ്വീകരിക്കേണ്ടതും. അത് അന്താരാഷ്ട്ര വിപണിയിലേക്ക് കൊടുക്കട്ടെ, തൊഴിൽദാതാക്കൾ കാണട്ടെ എന്നുള്ളത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ആർക്കും എതിർപ്പും ഉണ്ടാകില്ല. ശ്രീ അനസ്, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പ്രവാസികളുടെ ഈ പറഞ്ഞ പോലെ ഏത് സർക്കാരുകൾ മാറി മാറി വന്നാലും പ്രവാസികളുടെ ദുരിതത്തിന് അറുതിയാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഈ കോവിഡ് ദുരന്തം എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ സമാനതകളില്ലാത്ത ദുരന്തമാണ് കോവിഡ്. ഈ സമയത്ത് എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ബഹ്റൈനില് ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ അവരുടെ ഫ്ലൈറ്റുകൾ കൊണ്ടുവന്ന് സൗജന്യമാക്കി ഈ നാട്ടിലേക്ക് കൊണ്ടുപോയ സാഹചര്യമുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യ വഴി ഈ ദുരിതകാലത്ത് കോവിഡിന്റെ സമയത്ത് ആ സമയത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് കൂട്ടിയ ആളുകൾ എന്ന് പറയുന്നത് ജോലി നഷ്ടപ്പെട്ട ആളുകളും കോവിഡിന്റെ ദുരന്തം മൂലം എങ്ങനെയെങ്കിലും നാടടഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടു പറക്കി പോകുന്ന ആളുകളുമാണ്. അപ്പൊ അവരിൽ നിന്ന് പോലും ടിക്കറ്റിന് പൈസ വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ വിമാനങ്ങൾ പോലും നാട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരും. നേരത്തെ സോയിച്ചൻ പറഞ്ഞതുപോലെ ഈ ദുരിതകാലത്ത് പോലും ഏത് എയർ ഇന്ത്യ ലാഭം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഗവൺമെന്റുകൾ നേരത്തെ പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ പ്രവാസികളുടെ ദുരിതത്തിന് ഏറ്റവും കൂടുതൽ അറുതി വരുത്തുവാൻ ഉത്തരവാദിത്തമുള്ളത് കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് നമുക്കറിയാം ഈ സർക്കാർ ഈ ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ വന്നതിന് ശേഷം മുൻപ് UPA സർക്കാർ ആരംഭിച്ച പ്രവാസികാര്യ വകുപ്പ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അത് വിദേശകാര്യ മന്ത്രാലയമായി ലയിപ്പിച്ചുകൊണ്ട് പ്രവാസി വകുപ്പ് തന്നെ ഇല്ലാതാക്കി. അങ്ങനെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു വകുപ്പായിരുന്നു പ്രവാസി വകുപ്പ് എന്ന് പറയുന്നത്. ആ വകുപ്പ് ഇല്ലാതായിക്കൊണ്ട് വിദേശകാര്യ വകുപ്പിൽ ലയിപ്പിച്ചു. പിന്നീട് ഈ സമയത്ത് ഒട്ടേറെ ആളുകൾക്ക് സഹായം എത്തിക്കേണ്ട സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസി പോലും നമ്മുടെ രാജ്യങ്ങളുടെ എംബസികൾ പോലും ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എത്രയാണ്, എത്ര പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടതെന്ന് പോലും നമ്മുടെ മന്ത്രാലയങ്ങൾക്ക് പോലും അറിയാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ആ കാര്യത്തിൽ. മറ്റു പല രാജ്യങ്ങളുടെയും ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിലിപ്പൈൻ എംബസി അവരുടെ പൗരന്മാർക്ക് ജോലി നഷ്ടപ്പെട്ട അവരുടെ പൗരന്മാർക്ക് പ്രതിമാസം 50 ബഹ്റൈൻ ദിനാർ വെച്ചിട്ട് കൊടുത്ത കാര്യം എനിക്കറിയാം. 50 ആണോ 75 അറിയില്ല, അവരുടെ പൗരന്മാർക്ക് കൊടുത്തതായിട്ടറിയാം. ഇത്ര നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ താമസിക്കുന്ന സാഹചര്യത്തിൽ കൊടുക്കാൻ സാമ്പത്തിക ശേഷി കൊണ്ട് സാധിക്കില്ല എങ്കിൽ തന്നെയും അപ്പം അവർക്ക് ഭക്ഷണ സാധനമായാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്മുടെ മന്ത്രാലയങ്ങൾ വഴി എത്തിക്കാമായിരുന്നു. പക്ഷെ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാരുകൾ ഈ സാഹചര്യത്തിൽ പ്രവാസികൾ വളരെ വൻതോതിൽ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോർമൽ ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പ്രവാസികളിൽ പകുതിയോളം ആളുകൾ നാടടയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ സാധിക്കുക, എന്താണ്? അപ്പോൾ ഇപ്പോൾ അവിടെ വീണ്ടും തൊഴിൽ വിപണി സജീവമായി എന്നാണല്ലോ കേൾക്കുന്നത്. അതായത് അവിടെ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ജോലിയുണ്ട് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതെ, ജോലി ഉണ്ടെങ്കിലും പലർക്കും ശമ്പളം പെൻഡിങ് ആണ്. 3-4 മാസം ശമ്പളം പെൻഡിങ് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. ഞാൻ സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ശ്രീ വിപിൻ കുമാറിലേക്ക് പോവുകയാണ്. ശ്രീ വിപിൻ കുമാർ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ഇടപെടൽ വേണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ വേണം. പല മേഖലകളിലും ഇടപെടൽ അനിവാര്യമായിട്ടുണ്ട്. അത് അടിയന്തരമായി തന്നെ വേണവും താനും. അങ്ങേക്ക് ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ. 1-2 കാര്യം പറയാനുള്ളത്. ഈ മേഖലയില് വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്. മേഖലയില് ഇപ്പൊ തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് റോയൽറ്റി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കൃഷിയെ പുനരുദ്ധീകരിക്കുന്നതിനുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും അത് ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്. ഒന്ന് പറയാനുള്ളത്. 2, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലത്ത് തിരിച്ചുപോയ പ്രവാസികൾക്ക് 5000 രൂപ അവിടെ ഉണ്ടായിരുന്നവർക്ക് അവരുടെ മാസ ചെലവിന് വേണ്ടി 5000 രൂപ വീതം നൽകിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പൊ പ്രവാസികൾക്ക് വേണ്ടി യാതൊരു കണക്കുമില്ല. അല്ലല്ല, നൽകിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഇപ്പോഴും. നൽകിയിട്ടുണ്ട്. തിരിച്ചു പോകുമെന്ന് വിചാരിച്ചു. അനുഭവങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത്. അതിനെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള കാർഷിക ബില്ല് ഇന്ത്യയിലെ കൃഷിക്കാർക്ക് എതിരാണ്, കൃഷിക്കാരുടെ നട്ടലൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ആകമാനം തന്നെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലും കാണാതെ കണ്ട് നമ്മൾ ആ ബില്ലിനെ സംബന്ധിച്ച് ഒരു ചർച്ച എന്നത്തോട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. അല്ലല്ല, അതിനെതിരെ സമരം നടത്തിയ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പോയിട്ട് വരും. അത് നമുക്ക് പ്രവാസികൾക്ക് ലജ്ജാകരമാണ്. പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല, നിങ്ങളൊന്നും പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല, മിണ്ടാട്ടി കേട്ടിരിക്കുന്നു. അല്ല ശ്രീ വിപിൻ കുമാർ ഇവിടെ ഈ ഒരു വിഷയത്തിൽ, അതായത് കർഷകരുടെ കൃഷി ചെയ്ത കാർഷിക മേഖലയിലുള്ളവരുടെ നെല്ല് സംഭരിക്കുന്ന വിഷയത്തിൽ പിന്നിലേക്ക് പോയതിൽ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതല്ലേ? ആ ഒരു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണ്ടതല്ലേ? അല്ല, അത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയില്ല. ഞാൻ ഒരു കാർഷിക രംഗത്ത് നിലനിൽക്കുന്ന ആളല്ല, നാട്ടിലെ കൃഷിയായിട്ട് എനിക്ക് ബന്ധമില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ മറ്റൊരു കാര്യം, പ്രവാസികളെയും സ്വദേശികളായിട്ട് പ്രവാസികളല്ലാത്ത കേരളീയ സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഭാവി വ്യാവസായിക വികസനം എന്ന് പറയുന്ന 4ാം വ്യാവസായിക വിപ്ലവത്തിന് ഇടയാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റില് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന്റെ ഏറ്റവും വലിയ കിഫ്ബി വഴി, കിഫ്ബിയെ പലരും കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും കിഫ്ബി വഴി അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒട്ടേറെ പദ്ധതികളുണ്ട് ശ്രീ വിപിൻ കുമാർ. അവിടെ അന്ത്യം കുറിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ നിക്ഷേപം വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കണം. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എല്ലാം നഷ്ടത്തിലേക്കും ഒന്നും മുന്നോട്ട് പോകാത്തതുമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ട് എന്ത് അവസ്ഥ? ഒരു ബെൻസ് കാർ ഉണ്ടെങ്കിൽ അത് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്താണ് കാര്യം? ലിയോ, ലോകത്തിലാകമാനം വ്യാവസായിക രംഗം ഇന്ന് പാടെ തകർന്നുകൊണ്ടിരിക്കുക. ഇന്ത്യ അല്ല, നമുക്ക് ഈ കോവിഡിന് മുന്നിലും അത്തരത്തിൽ തന്നെയായിരുന്നു. നിക്ഷേപത്തിന് പറ്റിയൊരു സാഹചര്യം ഒരുങ്ങിയിരുന്നില്ല. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തൊഴിൽ നഷ്ടവും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ പരിശോധിച്ചാൽ, 10-15 വർഷത്തിനുള്ളിൽ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായികമായിട്ടുള്ള തകർച്ചയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10% വരുന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങളെ മാത്രം കണ്ടുകൊണ്ട് നടപ്പാക്കുന്ന നയങ്ങളുടെ ഫലമായി 80-90% വരുന്ന സാധാരണക്കാരൻ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 30 കോടി ജനങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആ സാഹചര്യത്തിലാണ് 2.25 ലക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വീട് നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി. പക്ഷെ ആ വീട് നൽകുന്ന പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതിയിൽ പോലും കൈയിട്ട് വാരുകയല്ലേ ശ്രീ വിപിൻ കുമാർ? അത് മോശമായി പോയില്ലേ? അല്ല, കേന്ദ്ര ഗവൺമെന്റ് ആവാസ യോജനയുടെ പേര് മാറ്റി ഗവൺമെന്റ് കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്. ഇന്ത്യയിലെ 30 കോടി ജനങ്ങൾക്ക് ചെറിയ തുകയാണ് നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്.
അല്ലല്ല, ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ. ഈ പറയുന്ന ഗവൺമെന്റുകൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടല്ലോ. അവിടെയൊന്നും ഈ പദ്ധതി നടപ്പാക്കാതെ കേരളത്തിൽ മാത്രം നടപ്പാക്കുമ്പോൾ അത് കേരള ഗവൺമെന്റ് ഇച്ഛാശക്തി കൊണ്ടാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട് ശ്രീ വിപിൻ കുമാർ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ് നിങ്ങളെ ലൈഫ് മിഷൻ എന്നുള്ള രീതിയിൽ ഈ ആവാസ് യോജന പദ്ധതിയൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്. 75 കേരളത്തിൽ ഒരു പട്ടി കൂടി വെക്കാൻ പറ്റും സുഹൃത്തെ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് കേരളത്തിൽ മാത്രമല്ല ഉള്ളത്. പക്ഷേ ഒന്നും ഈ പദ്ധതി നടപ്പാക്കുന്നില്ല. 30 ഞാൻ പറഞ്ഞില്ലേ, 30 കോടിയിലെ 30 ലക്ഷം തലചായ്ക്കാനിട്ടില്ലാത്ത ശ്രീ വിപിൻ കുമാർ, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇന്ത്യയിൽ എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. 1, 2, കേരളത്തിൽ ലൈഫ് പദ്ധതി ഉണ്ടായിരുന്നു. ആ ലൈഫ് പദ്ധതി ഇപ്പോൾ അന്വേഷണത്തിൽ കിടക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന മറ്റൊരു പദ്ധതിയായിരുന്നു. അപ്പോൾ അതുപോലും അത്തരത്തിലേക്ക് അധപ്പതിച്ചു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ സർക്കാരിന് എന്ത് പറ്റി എന്ന്. തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്, അല്ലെങ്കിൽ തൊട്ടത് എല്ലാം പിഴച്ചിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ? അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ അരുതായ നടപടി സ്വീകരിക്കട്ടെ. തെറ്റ് ചെയ്തവരെ രക്ഷിക്കണമെന്ന് ആരും, ഒരു തെറ്റ് ചെയ്തവരെ രക്ഷിക്കാൻ പാടില്ല. പക്ഷെ 16,000% ഇരട്ടി സമ്പത്ത് സ്വരൂപിച്ചവരും ഇന്ത്യ രാജ്യത്തുണ്ട് സെൻട്രൽ ഗവൺമെന്റ് വന്നതിന് ശേഷം എന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ കേരളം, സമകാലീന കേരളം, പ്രവാസികളും എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പ്രവാസികൾ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംശയത്തോടു കൂടിയാണ് ഇപ്പോഴും കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് നാട്ടിൽ അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഒരു നിക്ഷേപം നടത്താനാണെങ്കിൽ തന്നെയും, ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനാണെങ്കിൽ തന്നെയും കൃത്യമായ ഒരു സാഹചര്യം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സുതാര്യമായ നടപടിക്രമങ്ങളിലേക്കും വേഗത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങളിലേക്കുമൊക്കെ തന്നെ കാര്യങ്ങളെത്തിയെന്ന് സർക്കാർ പറയുമ്പോഴും അതങ്ങനെയല്ല എന്ന് അനുഭവസ്ഥർ വിവരിക്കുകയാണ്. പലപ്പോഴും ഈ വേദിയിൽ തന്നെ പല സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പലപ്പോഴും മാസങ്ങളോളം കയറി ഇറങ്ങേണ്ടി നടക്കുന്ന ഒരു സാഹചര്യം ആണ് പലപ്പോഴും ഉള്ളത്. കൈക്കൂലി കൊടുത്ത് മുടിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അതിനിടയിൽ യാതൊരു യോഗ്യതയും ഇല്ലാത്തവർക്ക് അനുവദിക്കാൻ പാടില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് പല സംരംഭങ്ങളും തുടങ്ങുന്നും ഉണ്ട്. അതാണ് മാറേണ്ടത്, മാറ്റി എഴുതേണ്ടത്. മാറിയില്ല എങ്കിൽ കാലം മാറ്റി മറിക്കുക തന്നെ ചെയ്യും. പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇത് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഒടുവിലത്തെ നില കൂടി നോക്കാം. ജോ ബൈഡൻ 264 ഇലക്ട്രൽ വോട്ടുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. 270 വോട്ടാണ് ഇലക്ട്രൽ വോട്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടത്. 214 തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. ഇനി പുറത്തു വരാനുള്ളത് 4 സ്റ്റേറ്റുകളിലെ ഫലമാണ്. അതിൽ 3 ജോ ബൈഡൻ മുന്നിട്ട് നിൽക്കുകയാണ്. അതിൽ ജോർജിയയിലെ വീണ്ടും വോട്ട് എണ്ണുക എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. കാരണം അവിടെ ജോ ബൈഡൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ തന്നെയും 1458 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. 99% വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ നിമിഷത്തിലെ കണക്കാണ് ഈ പറയുന്നത്. നവേഡയിലേക്ക് വരുമ്പോൾ ജോ ബൈഡൻ്റെ ലീഡ് ഉയർന്നു കഴിഞ്ഞു. 20,000-ൽ ഏറെ ലീഡുണ്ട്. അവിടെ 87% വോട്ട് മാത്രമാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. ട്രംപ് മുന്നിട്ട് നിൽക്കുന്ന നോർത്ത് കരോലൈനയിലെ സ്ഥിതി നോക്കുമ്പോൾ അവിടെ ട്രംപിന് ശക്തമായ ലീഡുണ്ട്. പെൻസിൽവേനിയയാണ് മറ്റൊരു സംസ്ഥാനം, 4ാമത്തെ സംസ്ഥാനം. അവിടെ 20 ഇലക്ട്രൽ വോട്ടുകളാണുള്ളത്. അവിടെ ബൈഡൻ തൻ്റെ നില ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 13,000-ഓളം വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. 98% വോട്ട് അവിടെ എണ്ണിക്കഴിഞ്ഞു. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒടുവിലത്തെ വിവരം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സോബിച്ചൻ ചേനാട്ടുശ്ശേരി, ശ്രീ അനസ് റഹീം, ശ്രീ സിജുകുമാർ, ശ്രീ വിപിൻ കുമാർ, ഏവർക്കും നന്ദി. പ്രവാസികൾ പറയട്ടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30 ശുഭരാത്രി.